ഗുഡ് ആഫ്റ്റർനൂൺ കൂട്ടുകാരെ. എന്താ പണിയെന്നറിയോ? ഇത് ഇത്രയും 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ വേണ്ടിയാണ്. മുറിക്കകത്ത് ഭയങ്കര ചൂട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചപ്പൊക്കെ കാണുവാണെങ്കിൽ നല്ല മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഇതിനകത്ത് ഈ CC പ്ലാന്റ് വെക്കാനാണ്. ഒടിഞ്ഞു പോയി. അതിനായിട്ട് ഞാനിത് പറിച്ച് വെച്ചേക്കുക. ഇത് കിഴങ്ങ് കണ്ടോ? ഇത് അടർത്തി മാറ്റി 3 ആക്കണം. ശരിക്കും ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച CC പ്ലാന്റ് ഇതായിരുന്നേ, മദർ പ്ലാന്റ് എന്ന് പറയും. ഇതിന് ഞാൻ കുറേ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പ്ലാന്റ് തന്നെ ഞാൻ അടർത്തി 2 ആക്കിയിട്ടുണ്ട്. വേറൊരു ചട്ടിയിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. അതുകൂടെ ആയിട്ട് 3 ചട്ടിക്കകത്ത് വെച്ചിട്ട് അകത്ത് ഹാളി വെക്കാനായിട്ടാണ് എൻ്റെ പ്ലാന്. അകത്ത് മാറ്റിയപ്പം കുറച്ച് തണ്ടൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ലീഫാണേലും കുത്തി വെച്ചാൽ അത് കുറേ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് പോലെ വന്നിട്ട് അത് പിടിച്ചു കിട്ടുന്ന പ്ലാന്റാണ്. നല്ല ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്ലാന്റാണിത്. അതുകൊണ്ട് നമുക്ക് റൂമിനകത്തൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. വിഷമയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നീക്കം ചെയ്തോളും കേട്ടോ. പിന്നെ വലിയ കെയറൊന്നും വേണ്ട. നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിന് നന്നായിട്ട് വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ചട്ടി നിറയെ ആയിക്കോളും. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ ഹാളിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ചെടി വെക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഓരോ ചെടി എടുക്കാനായിട്ട് പോകുവാണ്. ഇപ്പം മോനും ഹസ്ബൻഡും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ചെടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ അവർക്കൊക്കെ ശരിക്കും ചിരിയാണ് വരുന്നത്. ഇവർക്ക് എന്താ വേറൊരു പണിയില്ല എന്നുള്ള മട്ടിലാണ് ഞെട്ടിയവ നോക്കി നിൽക്കുന്നത്. വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചട്ടി നാളെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കും. പിന്നെ അതേ ചട്ടി എടുത്ത് സെയിം സ്ഥലത്ത് പിന്നെയും കൊണ്ടുവെക്കും. ഇത് തന്നെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷം ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അപ്പം വൈകിട്ടൊക്കെ ആണെങ്കിലും TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെടിയെയൊക്കെ കാണാമല്ലോ. ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമൊക്കെ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. മറ്റുള്ളവരെന്ത് കരുതുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ എന്തിനാണ് മാറ്റി വെക്കുന്നത്? അങ്ങനെ ഞാൻ ചെടിയെല്ലാം വെച്ച് കഴിഞ്ഞ് അതുങ്ങൾക്ക് വെള്ളമൊക്കെ ഇച്ചിരി കൊടുത്ത്, കാരണം മാറ്റി പറിച്ച് നട്ട ചെടിയല്ലേ, അതിന് നമ്മൾ കുറച്ച് കെയർ കൊടുത്തേ പറ്റുള്ളല്ലോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ